എല്ലാവർക്കും റിച്ചസ് വേൾഡ് ആൻഡ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരെയും അലട്ടുന്ന ഒരു കേസാണ് മുളക് കൃഷിയിലെ കുരുടിപ്പ് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും വെറുപ്പിക്കുന്ന ഒരു കൃഷിയാണ് മുളക് കൃഷി. അപ്പോൾ ഇതിന് ഞാൻ പല വിധത്തിലുള്ള ടെസ്റ്റുകളും ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല. നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്തിട്ട് മുളക് കൃഷിയിൽ കുരുടിപ്പ് മാറ്റുന്ന ഒരു വീഡിയോ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരു വിധത്തിൽ സക്സസ് ആയതായിരുന്നു. പിന്നീട് ഇത് ഉപയോഗിച്ചിട്ടും സക്സസ് ആവാത്ത കേസുകൾ വന്നു. ചില മുളക് ചെടിയിൽ ഇത് ഉപയോഗിച്ചിട്ടും ഒരു സാധാരണ മണ്ടരിയുടെ ബാധയാണെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡും മറ്റ് പെസ്റ്റിസൈഡ്സും യൂസ് ചെയ്ത് നോക്കുന്നത്. പക്ഷേ ഇത് ഉപയോഗിച്ചിട്ടും രക്ഷയില്ലാതെ വന്നപ്പോൾ ഞാനിത് ഗൂഗിളിലൊന്ന് പരതി നോക്കി. അപ്പോഴാണ് സംഭവം മനസ്സിലായത്. മുളക് ചെടിയുടെ കുരുടിപ്പിന് കാരണം ഈ പറയുന്നത് ഒന്നുമല്ല. കാരണം യഥാർത്ഥ കാരണം എന്താണത് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് മുളക് ചെടിയുടെ കുരുടിപ്പ് മാറിയിട്ട് നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടും. പറഞ്ഞു വന്നത് കുരുടിപ്പ് കാണുമ്പോഴേക്കും നമ്മൾ കഞ്ഞിവെള്ളം, വെളുത്തുള്ളി അങ്ങനത്തെ കണ്ട സാധനങ്ങൾ ഉപയോഗിച്ചിട്ടും രക്ഷയില്ലാന്ന് കാണുമ്പോൾ നമ്മൾ പരീക്ഷിക്കേണ്ട ഒരു സംഭവമാണ്. ഞാൻ പരീക്ഷിച്ച് വിജയിച്ചതാണ്. അപ്പോൾ ഉടനെ കാണാം. അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒട്ടും പൂക്കളില്ലാതെ മുരടിച്ച് നിന്ന 10 മണിച്ചെടിയിൽ നിറയെ പൂക്കൾ വന്നൊരു സൂത്രവിദ്യ ഞാൻ ഉടനെ വീഡിയോ ആക്കി ചെയ്യുന്ന ആവശ്യക്കാർ അതും കാണുക. അപ്പോൾ നമ്മുടെ മുളക് ചെടിയുടെ കുരുടിപ്പ് എന്ന വിഷയത്തിലേക്ക് ഉടനെ കിടക്കാം. അതിനു മുൻപ് നമ്മുടെ കൃഷിത്തോട്ടത്തിലെ അല്പം കുറച്ച് കൃഷികൾ നിങ്ങൾ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. വളരെയധികം കുരുടിപ്പ് ബാധിച്ച ഒരു മുളക് ചെടിയാണിത്. അപ്പോൾ ഇതിൻ്റെ കടയിൽ ഞാൻ ചുറ്റും ഒരു മാന്തി ഉപയോഗിച്ച് അതിലത്തെ മണ്ണൊക്കെ കുറച്ച് നീക്കം ചെയ്യുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതായത് ചുറ്റിനും ഒരു തടം പോലെ കുറച്ച് മണ്ണ് ഞാൻ മാറ്റി നീക്കിയിട്ടുണ്ട്. അതായത് ഞാൻ ഈ തൈ വാങ്ങുന്നത് മണ്ണുത്തിയിൽ നിന്നാണ്. അപ്പോൾ ആശിച്ച് മോഹിച്ചൊരു പച്ചക്കാന്താരിയുടെ തൈ വാങ്ങി എന്നേ ഉള്ളൂ. അത് നിരച്ചു വളർന്നു വന്നില്ല. മാത്രമല്ല പിന്നീട് അതിന് കുരുടിപ്പും ബാധിച്ച് ഒരു മുളക് പോലും ഉണ്ടാവാത്ത അവസ്ഥയെ ഞാൻ പലതും പരീക്ഷിച്ചു, നേരത്തെ പറഞ്ഞ പോലെ. എന്നാൽ ലാസ്റ്റ് ഞാൻ ചെയ്തതാണ് ഇതിന് ഞാൻ കണ്ടെത്തിയ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് സൂക്ഷ്മ മൂലകങ്ങളുടെയും കാൽഷ്യത്തിൻ്റെയും കുറവായിരുന്നു സംഭവം. അപ്പോൾ ഞാൻ ഉടനെ ഡോളോമൈറ്റാണ് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മളെടുത്ത തടത്തിന് ചുറ്റും ഞാൻ ഡോളോമൈറ്റ് ഇട്ട് കൊടുത്തു. ഒരു 1-2 ടീസ്പൂൺ ഏകദേശം കണക്കാക്കിയിട്ടാണ് ഞാൻ ഡോളോമൈറ്റ് ഇട്ട് കൊടുത്ത ശേഷം പഴയപടി മണ്ണ് കടക്കിലേക്ക് മൂടി അത്ര കോൺഫിഡൻസോട് കൂടിയാണ് ഞാൻ പറയുന്നത്. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചെടിയുടെ രൂപം ആകെ മാറി. നല്ല ഇലകൾ വന്നു, കുറേ പൂക്കൾ വന്നു. പിന്നെയും 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും കുറേ മുളകുകളും പലതും പരീക്ഷിച്ച് തോറ്റതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഇതിന് ഈ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് മൂലവും ഈ മുളക് ചെടിയിൽ കുരുടിപ്പ് ബാധിക്കാം. അതുപോലെ കാൽഷ്യത്തിൻ്റെ കുറവുണ്ടെങ്കിലും കുരുടിപ്പ് ബാധിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കാരണങ്ങൾ കൂടുതലും മനസ്സിലാവുന്നതും അതിലേക്ക് നമ്മൾ ശരിയായ ഒരു സൊല്യൂഷനിലേക്ക് എത്തും. അതുപോലെ തന്നെ ഈ രീതിയിൽ തന്നെ മുരടിച്ചെന്ന മറ്റൊരു മുളക് ചെടിയാണ് ഇത്. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ എൻ്റെ കയ്യിലില്ല. മുരടിച്ച് നിന്നപ്പോഴുള്ള അവസ്ഥയിലുള്ള വീഡിയോ എൻ്റെ കയ്യിലില്ല. ഇതിലും ഞാൻ ഈ പറഞ്ഞ പോലെ സെയിം സാധനം ഡോളോമൈറ്റാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇലകളൊക്കെ മാറി മുളകും നല്ല ഭംഗിയിൽ. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട, ഈ ഒരു അറിവ് ഇഷ്ടപ്പെട്ട നിങ്ങൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ നമ്മൾ മണ്ണുത്തിയിലേക്ക് കുറച്ച് ചെടികൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് യാത്ര പോകുന്നത്. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഉടനെ ഇടുന്നതാണ്. മണ്ണുത്തിയിലെ പുതിയ ചെടികളും വിശേഷങ്ങളും നമുക്ക് ഉടനെ കാണാം. അപ്പോൾ നമ്മൾ ഈ പച്ചക്കറികൾ ഉണ്ടാകുന്നത് നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കാറുമുണ്ട്. അപ്പോൾ അതിന് എത്ര കാശ് കിട്ടുന്നു എന്നതൊക്കെ ഞാൻ വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അധികം ദീർഘിപ്പിച്ച് വഷളാക്കുന്നില്ല. താങ്ക് യു.